അധികാരം കിട്ടി 1 മാസം കൊണ്ട് ഒരത്ഭുതവും ചെയ്യാൻ കഴിയില്ലെന്ന് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. റീൽസ് ഇട്ടാൽ ആരോഗ്യമേഖല നന്നാകില്ലെന്നും പോരായ്മകളുണ്ടായാൽ നല്ല പെരുമാറ്റം കൊണ്ട് പ്രശ്നം വഷളാക്കാതിരിക്കാമെന്നും മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 2500 കോടി രൂപയുടെ കടമുൾപ്പെടെ പല തലവേദനകളാണ് ആരോഗ്യമേഖലയ്ക്കുള്ളത്. എന്നിരുന്നാലും വകുപ്പുകളുടെയും ശുചീകരണ തൊഴിലാളികൾ മുതൽ ഡോക്ടർമാർ വരെയുള്ളവരുടെയും ഏകോപനത്തിലൂടെ മേഖലയെ മികച്ചതാക്കി മാറ്റാൻ കഴിയും. എല്ലാവർക്കും അറിയാലോ, 1 മാസം കൊണ്ട് ഒരു അത്ഭുതം കൂടെ ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ആരോഗ്യവകുപ്പിന് വേറെ പല തലവേദനയുണ്ട്. ഏതാണ്ട് 2500 കോടിയാണ് കടം. ഇത് മിഷൻ വാങ്ങിയ വകയിൽ, മരുന്ന് വാങ്ങിയ വകയിൽ, ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു കൊണ്ടുപോയി അറിയില്ല. ഇത് ഈ കടം തീർക്കണം. ഡോക്ടർമാർ മുതൽ ക്ലീനിങ് സ്റ്റാഫ് വരെയുള്ളവരെ ഏകോപിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അല്ലാതെ വേറെ റീൽസ് ഇട്ടിട്ട് കാര്യമില്ല. അത് മനുഷ്യന്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്നു. റീൽസ് ഇടാൻ എളുപ്പം ഒരാളെ ഏർപ്പാട് ചെയ്താണ്. അങ്ങനെയായിട്ട് റീൽസ് ഒരു വഴിക്ക് പോവും, വോട്ട് വേറെ വഴി കൂടെ പോയിക്കോളും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരും ഏകോപനം. കുഴപ്പം പിടിച്ച വകുപ്പുകളാണ് തന്റേത്. ദൈവത്തിന്റെ കാശ് കുത്തി തുറന്നെടുക്കാൻ ശ്രമിക്കുന്നവരാണ് ദേവസ്വങ്ങളിലുള്ളതെന്നും കുറ്റപ്പെടുത്തി. ഒരു പൂമാല കിട്ടിയാൽ മിനിമം 5 കല്ല് തുറന്നുണ്ടാവും. അതാണ് ഈ വകുപ്പിന്റെ പ്രത്യേകത. ഇത് കൂടാണ്ട് ദേവസ്വം വകുപ്പുണ്ട്. ദേവസ്വം വകുപ്പിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവരൊക്കെ ദൈവത്തിന്റെ കാശ് കൈകാര്യം ചെയ്യുന്ന ചില ആളുകൾ അത് കുത്തി തുറന്നെടുക്കാത്തത് എന്തോ ഭാഗ്യം, അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 2 കുഴപ്പം പിടിച്ച വകുപ്പുകളാണ്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിജി ജസ്റ്റിൻ, അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ, സിഇഒ ഡോക്ടർ ബെന്നി ജോസഫ്, അനസ്തേഷ്യ വിഭാഗം മേധാവി മറിയം കോശി തോമസ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിബു സി കള്ളിവളപ്പിൽ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ.